ആഫ്രിക്കയിൽ നിന്നും വന്നു ലോകത്തിന് താരമായി മാറിയ ചോക്ലേറ്റിൻ്റെ കഥ. കൊക്കോ ചോക്ലേറ്റ്. ഇത് ചേരാത്ത കേക്കുകളില്ല, ഐസ്ക്രീമുകളില്ല, ബിസ്ക്കറ്റുകളില്ല. കറുത്തവരെ ലോകത്തുള്ള എല്ലാവർക്കും വെറുപ്പാണ്. പക്ഷെ ചോക്ലേറ്റ് ഇവൻ ചേർന്നാലേ രുചിയും മധുരവും ഒരു പ്രത്യേക ഇതാണ്. ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഇരിക്കും, അങ്ങനെ ഉണ്ടോ? എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഇതൊക്കെ ഇവിടുത്തെ കേരളത്തിലെ ജീവജാലങ്ങൾ തുറന്ന് കഴിച്ചിറങ്ങിയ ചോക്ലേറ്റ് തിന്നതാണ്. അതായത് അണ്ണ. ഇതിൻ്റെ അരിയും ഇതിൻ്റെ പുറത്തുള്ള ആ മധുരമാവുന്ന വസ്തുക്കളെല്ലാം ചോക്ലേറ്റായി മാറുന്നതാണ്. ആദായമായ മലയാളി ഇത് നട്ടുമൊക്കെ നോക്കിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യുക, മലയാളിയാക്കി ഇതിനൊന്നും സമയം കിട്ടുന്നില്ല. അവരങ്ങനെ വലിച്ചോണ്ടിരിക്കുന്ന റബ്ബറിൻ്റെ പുറകെ പോയി. അവസാനം ഇപ്പോൾ വലിച്ചോണ്ടിരിക്കുക. അപ്പോൾ ഈ ചോക്ലേറ്റ് കുട്ടികൾക്ക് പ്രിയമായ വസ്തുവാണ്. ശരിക്കുണ്ട്. ഇവിടുത്തെ ചോക്ലേറ്റിന് ലോകത്തെ ഏത് ചോക്ലേറ്റിലും ചേരുന്നതിനെക്കാളും വലിയ നമ്മളെ കേരളത്തിലെ കൊക്കോ. ഒരു കാലത്ത് ആദായമായി ഇത് നട്ടുകൊണ്ടിരുന്നതാണ്. പിന്നെ അതിൻ്റെ ഇതെങ്ങനെ ക്ലിയർ ചെയ്യുന്നതെന്നുള്ളതായിരുന്നു മലയാളിയെ മനസ്സിലാക്കാൻ പോയില്ല. ഇനി കൊക്കോ കായും അതിൻ്റെ വിശേഷങ്ങളും. കൊക്കോ കായാണിത്. ഇതിലെ മധുരമേറുന്നത് ഈ ഇരിക്കുന്ന വസ്തുവാണ്. നമ്മൾ വെളുത്തിരിക്കുന്നില്ല, ഇത് കൊക്കോ കാ തിന്നാൻ ഉപയോഗിക്കും. ഇതിനകത്തിരിക്കുന്ന ഇതെല്ലാം കൊക്കോ ക്രീമിന് ഉപയോഗിക്കും. വാണിജ്യ അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച ഇഷ്ടംപോലെ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അതൊന്നും ആൾക്കാർക്ക് ചെയ്യാൻ കഴിവില്ല. ഇപ്പം പണ്ട് കാലത്ത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇതൊക്കെല്ലാം ചുമ്മാ വീട്ടിൽ വെച്ചേക്കുക. നല്ല മധുരമോ തിന്നാനില്ല. അപ്പോൾ കുട്ടികളെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റിനോടൊപ്പം